അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കല്യാണ ചക്കൻ്റെ വണ്ടി. നല്ല സെറ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി നമ്മുടെ രാജകുമാരിയിലുള്ള മജോയ്സ് ബ്രോയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം നമ്മൾ രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത്തേക്കും നല്ല ശക്തമായ മഴയും കാറ്റും ആയതുകൊണ്ട് ഒരു മരം ഒടിഞ്ഞ് റോഡിലോട്ട് വീണായിരുന്നു കേട്ടോ. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെർബോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാജകുമാരി വരെ പോകണേ, ഒരു കല്യാണം കൂടാനായിട്ട് പോകാട്ടോ. നമ്മൾ 9 മണിക്ക് അവിടെ എത്തണമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ടീമാട്ടോ. അപ്പോൾ സമയം 9 മണിയായി. 9 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മജേഷ് ബ്രോയുടെ കല്യാണത്തിന് പോവാണ്. 9 മണിക്കാണ് കെട്ടെന്നാണ് അവിടെ പരിപാടിയൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ 9 മണിക്ക് നിന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എപ്പോൾ അവിടെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം കോശി. മതി വണ്ടിയൊക്കെ നല്ല കഴുകി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. മഴയാണ്, നോക്കാം. അങ്ങനെ ഞാൻ, അമ്മ, അനിയൻപുള്ളി അങ്ങനെ 3 പേരും കൂടി കേട്ടോ നമ്മൾ കല്യാണത്തിന് പോകണേ. അപ്പോൾ പോവല്ലേ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് നല്ല യാത്രയൊക്കെ നല്ല ആസ്വദിച്ച് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഒന്ന് മഴ കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളപ്പോൾ യാത്ര തുടങ്ങിയിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ടെ ഇപ്പോൾ 8-ാം മൈൽ എത്തി കേട്ടോ. 8-ാം മൈൽ ആയപ്പോഴത്തേക്കും നല്ല മഞ്ഞും അതുപോലെ തന്നെ മഴയും ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ വിസിബിലിറ്റി വളരെ കുറവാണ്. എന്നാലും നമ്മൾ ഈ മഞ്ഞത്തോടെ നമുക്കറിയാവുന്ന വഴിയായതുകൊണ്ട് തന്നെ നമ്മൾ പക്കയായിട്ട് റൈഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല കിടിലം കോടയും കിടിലം മഞ്ഞും ഒക്കെ ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബ്ലോക്ക് കിട്ടി അങ്ങനെ ഉണ്ടാവും. അതെ, കട്ട മഞ്ഞും മഴയും മൂന്നാറിലെ കട്ട ബ്ലോക്കും. ആഹാ, അന്തസ്. സംഭവം എന്ന് വെച്ചാൽ ബസ്സുകാരൻ ചെന്ന ജീപ്പിനിട്ട് തട്ടി. അപ്പോൾ ഇതിൻ്റെ ഡോറ് ചളിങ്ങി അകത്തോട്ട് കയറിപ്പോയി. ഇതാണ് സംഭവം. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റായി. ഇനി ഈ മൂന്നാറിലെ കട്ട ബ്ലോക്കും കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും വല്ലതും കാണുമോ എന്തോ. അവിടെ അത്രയും കലാപം നടക്കുന്നുണ്ടെങ്കിലും ഞാൻ നോക്കിയപ്പോൾ താഴെ ഒരു വ്യത്യസ്തമായൊരു ജീവി വന്നു. മണ്ണിരയാണോ എന്ന് ചോദിച്ചാൽ മണ്ണിരയല്ല. എന്നാൽ അട്ടയാണെന്ന് നോക്കിയാൽ അട്ടയുമല്ല. പാമ്പാണെന്ന് ചോദിച്ചാൽ പാമ്പുമില്ല. ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ് ചെയ്തൊരു ഇനം. ഇതെന്താ സാധനം എന്നറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്ത് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. ഈ ബസ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കളർ ശ്രദ്ധിച്ചായിരുന്നോ? ക്യാൻഡി റെഡ് അടിച്ച ചെറിയൊരു മിനി ബസ്സാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതുപോലത്തെ കളർ ബസ് കാണുന്നത് വളരെ വിരളമാണ്. നേരത്തെ നമുക്ക് നല്ല കിടിലം ബ്ലോക്ക് കിട്ടിയായിരുന്നു. ആ ബ്ലോക്കിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് മുന്നോട്ട് നിന്നപ്പോൾ അതാണ്ട് കിടക്കുന്ന അടുത്തത്. ഇവിടെ നല്ല കാറ്റും മഴയായതുകൊണ്ട് ഒരു മരം ഒടിഞ്ഞ് റോഡിലോട്ട് വീണേക്കും കേട്ടോ. അത് അടുത്തുള്ള കറണ്ട് കമ്പിയിലോട്ടാണ് വീണേക്കുന്നത്. ഇവിടുത്തെ സർവീസ് ലൈനിലാണ് തട്ടി കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് KSEB നാളെ വരും. അപ്പോൾ ഇനി അവരെല്ലാവരും കൂടി വന്നിട്ട് ഇത് മുറിച്ച് മാറ്റിയാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ KSEBയും മരം വെട്ടുകാരൊക്കെ വരാൻ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ തൊട്ട് മേളിൽ കൂടെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ വഴി ചെന്നാൽ നമുക്ക് മെയിൻ റോഡിൽ ചെന്ന് ചാടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വണ്ടി കയറ്റി വെച്ചപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വരുന്നവരും വണ്ടി കയറ്റി വെച്ചു. അങ്ങനെ വീണ്ടും ബ്ലോക്ക്. അങ്ങനെ നമ്മൾ താണ്ട ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിൽ നമ്മളത് മെയിൻ റോഡിലോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാന്തല്ലൂരിൻ്റെ മൂന്നാർ എത്തുന്നേ ഉള്ളൂ. ഇനി മൂന്നാർ ടു രാജകുമാരി. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ രാജകുമാരി പോയിട്ട് പാക്കല. ഇനി രാജകുമാരി 18 കിലോമീറ്റർ എന്ന് കാണിച്ചപ്പോഴാണ് നമുക്ക് വണ്ടി ചെറുതായിട്ടൊരു മിസ്സിങ്. അപ്പോൾ എന്താ നോക്കിയപ്പോഴാണ് വണ്ടിയിൽ ഇന്ധനമില്ല. കാരണം മൂന്നാർ വന്നിട്ട് എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണ അടിച്ചിട്ടില്ലായിരുന്നു. അവിടെ ബ്ലോക്കും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എണ്ണ അടിക്കുന്ന കേസ് വിട്ടുപോയി. ഇപ്പോഴാണ് നമുക്ക് നല്ല 8ന്റെ പണി കിട്ടിയേക്കുന്നത്. ഇനിയും 18 കിലോമീറ്റർ. അവിടെ എത്തുമോ എന്തോ. അങ്ങനെ ഗൂഗിൾ അമ്മച്ചിയെടുത്ത് നിയറസ്റ്റ് പമ്പ് എവിടെയാന്ന് ചോദിച്ചപ്പോൾ 5 കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് ഒരെണ്ണമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉള്ള ഡീസലും കൊണ്ട് പമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ചെറിയ ഷോർട്ട് കട്ട് എടുത്ത് കേട്ടോ. പിന്നെയാണ് എനിക്കതിൻ്റെ അപകടം മനസ്സിലായത്. കാരണം 5 കിലോമീറ്റർ നല്ല കുത്തനെയുള്ള കയറ്റം, അതായത് 90 ഡിഗ്രി കയറ്റം വിത്ത് 1 വേ. ഓപ്പോസിറ്റ് വണ്ടി വന്ന പെട്ട്. പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പ് ഒരു സ്കൂട്ടിക്കാരൻ വന്നു. എൻ്റെ പൊന്നോ, റെക്കോർഡായില്ല. പെട്രോളില്ല.
പഠിച്ചോ ബുദ്ധിയായിരുന്നോ? Rajakumari North, Uttar Road, the new destination will be on the right. റോട്ടിൽ കയറിക്കോളൂ. നമ്മൾ അവിടെ അങ്ങോട്ട് തിരിച്ചു പോയി. എൻ്റെ പൊന്നു ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ പമ്പിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണൊന്ന് ശ്വാസം നേരെ വീണത്. അങ്ങനെ നമ്മൾ താണ്ട രാജകുമാരിയിലുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കയറി 1500 രൂപയ്ക്ക് ഡീസൽ അടിച്ചേക്കാം കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ ഡീസൽ അടിച്ച പമ്പ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷൻ പിടിക്കണം. എന്തായാലും കല്യാണവും കാതുകുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി റിസപ്ഷൻ എങ്കിലും നമുക്ക് പോയി ഒന്ന് കൂടിയേച്ചും വരാം. അപ്പം നമ്മളിപ്പോൾ രാജകുമാരി ടൗണിലാട്ടോ നിൽക്കുന്നത്. ഇനി നമുക്ക് റിസപ്ഷൻ നടക്കുന്ന പള്ളിയിലോട്ട് പോകണം. മാർ ബസീലിയസ് ചാപ്പൽ രാജകുമാരിയിൽ വെച്ചായിരുന്നു കെട്ട്. ഇനി സെൻറ്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയാൻ ചർച്ച് രാജകുമാരി, അവിടെ ലൊക്കേഷൻ ഇട്ട് നമുക്കിനി നേരെ ഇനി അങ്ങോട്ട് പോകണം. അപ്പം നമ്മുടെ ഗൂഗിൾ അമ്മച്ചി ചതിച്ചില്ലെങ്കിൽ ജാക്കോബൈറ്റ് പള്ളി വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാം ഗൂഗിൾ അമ്മച്ചിയുടെ ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ജാക്കോബൈറ്റ് പള്ളി എത്തിയെന്നാണ് ഒരു നിഗമനം. എന്തായാലും ഇവിടെ വണ്ടിയും ബഹളവും ആൾക്കാരൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇത് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും വലത്തേക്കാൽ വെച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പറയാനുള്ള അങ്ങനെ അവസാനം നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ്. പെട്രോൾ മേടിക്കണ്ട അതെ, അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ്. നമ്മുടെ പള്ളി ഓക്കെ, ബാക്കി പൂരമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഇപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കല്യാണ ചക്കൻ്റെ വണ്ടി. നല്ല സെറ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ പൂവൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിയോ, വിൻറ്റേജ് ജീപ്പാണ്. എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. മജോയ്സ് ബ്രോയിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളി അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ കണ്ടാൽ അറിയാം, മൊത്തം SUVs ഓഫ് റോഡ് സ്പെക്കുള്ള വണ്ടിയാണ് കിടക്കുന്നത്. അങ്ങനെ മൊത്തം ഓഫ് റോഡ് സ്പെക്കിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടികളാണ് ഈ പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്നത് കേട്ടോ. ഇനി ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ നിന്നല്ലേ, വാ കാണിച്ചു തരാം. കല്യാണത്തിന് നമ്മൾ ലേറ്റായാലും റിസപ്ഷന് നമ്മൾ ലേറ്റായില്ലാന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ നല്ല വിശപ്പും. നമ്മളപ്പോൾ അതേ റിസപ്ഷൻ ഹാളിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ അവിടെ നല്ല വിശപ്പുണ്ട്. കാരണം ഒരുപാട് നേരം പെട്രോൾ പമ്പൊക്കെ അന്വേഷിച്ച് നടന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണം കാണും. അപ്പോൾ ആദ്യം ഫുഡിങ്, അത് കഴിഞ്ഞിട്ട് മജോയ്സ് ബ്രോയിനെ കാണാം. ഇതേ അവിടെ ആൾക്കാർ ഓരോ ഗിഫ്റ്റും ഓരോ വിഷസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് അടിക്കാം. വിശപ്പിൻ്റെ വിളികളുള്ളതുകൊണ്ട് വന്നപ്പോൾ തന്നെ 2 അപ്പവും പെപ്പർ ചിക്കനും കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മജോയ്സ് ബ്രോയിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മജോയ്സ് ബ്രോ. പിന്നെ കുറച്ച് കുശലമൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആംബിയൻസ് വേണമെന്ന് തോന്നി. അപ്പോൾ അതേ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ നല്ല കിടിലം വ്യൂ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ മജോയ്സ് ബ്രോയുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ തിരിച്ച് നമ്മുടെ ഹോം ടൗണിലോട്ട് പോവാണ്. അപ്പോൾ രാജകുമാരി ടു കാന്തല്ലൂർ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു ജീപ്പിൻ്റെ റിലേറ്റഡ് വീഡിയോസായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ടർബോ വ്ളോഗ്സ്.